ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാരും എവിടെ പോയി? അവരെല്ലാവരും അവിടെ കിടന്ന് തുള്ളുന്നു. തുള്ളുന്നോ? ആ, എക്സസൈസ്. അമ്മ എന്താ പോവാത്തെ? ഓ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നേ. എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നേ? കഥ വല്ലതും ആണോ? കഥയോ? ഇതെന്റെ മകനുള്ള കത്താ. അവനങ്ങ് അമേരിക്കയിലല്ലേ. ആഴ്ചയിൽ ഒരു കത്തെങ്കിലും അയച്ചില്ലെങ്കിൽ അവന് വലിയ വിഷമമാവും. അവനും എല്ലാ ആഴ്ചയിലും എനിക്ക് കത്തയക്കും. അത് ശരി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇന്നത്തേക്ക് മതിയാക്കാം. നമസ്തേ. കുട്ടി എന്താ ഇത്ര രാവിലെ തന്നെ? ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങ് പോരാന്ന് വെച്ചു. ഇന്നുണ്ടോ ഈ വ്യായാമം? ഉവ്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുഃഖിതരല്ലേ ഇവിടെയുള്ള എല്ലാവരും. അതിനൊക്കെ ഒരു പരിധിവരെ കടിഞ്ഞാണിടാൻ ഇതുകൊണ്ട് സാധിക്കും. ഇതൊക്കെ ഹരീഷ്ണന്റെ ഏർപ്പാടാ. എന്നിട്ട് ആളെവിടെ? അതോ, ഇവിടെ അടുത്തുള്ളൊരു ഗ്രാമത്തിൽ അവനൊരു സാക്ഷരതാ ക്ലാസ് നടത്തുന്നുണ്ട്. മിനിമം മാതൃഭാഷയിലെങ്കിലും എഴുതാനും വായിക്കാനും പഠിച്ചാലേ യഥാർത്ഥ സാക്ഷരതയാവൂ എന്നാണ് അവന്റെ പക്ഷം. അവൻ ഇപ്പൊ എത്തും. കുട്ടി അങ്ങോട്ടിരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ശരി. താനെന്തിനാ അതെടുത്തത്? അതവിടെ വെച്ചേ. അപ്പൊ പ്രശസ്തമായ കൃതിയുടെ അജ്ഞാതനായ എഴുത്തുകാരൻ ഹരികൃഷ്ണനാണല്ലേ? കുട്ടി അധികം തരൂ. ഇല്ല, ലോകം അറിയാൻ കാത്തിരിക്കുന്ന രഹസ്യം. ഇത് ഞാൻ എല്ലാരോടും പറയും. കുട്ടി വെറുതെ. ഇത് മറ്റുള്ളവരറിഞ്ഞ എന്താ കുഴപ്പം? ഹരികൃഷ്ണനാണ് ഇത് എഴുതിയെന്നറിഞ്ഞ ഇവിടെ ഉള്ളവർ എത്രമാത്രം സന്തോഷിക്കും. കുട്ടിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ മനസ്സിലാവാത്തെ? അറിയില്ല. ശബ്ദം കേട്ട് ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്കും എന്താ അമ്മേ, അമ്മേ, എന്താ? യശോദാമ്മ ഒന്ന് നോക്കി. എന്ത് പറ്റി? അയ്യോ, അമ്മേ, എന്ത് പറ്റി ഹരി? അമ്മേ, അവരുടെ കയ്യിലിരുന്നതാ. രുക്മിണിയമ്മ അവരുടെ അമേരിക്കയിലുള്ള മകന് വേണ്ടി എഴുതിയ കഥ. മിസ്സസ് രുക്മിണി, ശ്രീറാം ഓൾഡ് ഏജ് ഹോം. എന്താ മോനെ? പക്ഷേ ഇതില് നമ്മുടെ ആശ്രമത്തിന്റെ അഡ്രസ് ആണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് വന്നതാണോ? ഇതില് പേര് മാത്രമേ കാണുന്നുള്ളൂ. സ്റ്റാമ്പ് ഒന്നും ഒട്ടിച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, അമ്മയ്ക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മയെ കാണാൻ കഴിയാത്തതിലുള്ള വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇത്രനാളും മകൻ അയച്ചതാണെന്നും പറഞ്ഞു വന്ന കത്തുകളൊക്കെയും ആ അമ്മ തന്നെ എഴുതിയതാ. സ്വന്തം മകന്റെ ഇങ്ങനൊരു കത്തിന് വേണ്ടി ആ അമ്മ എത്രമാത്രം കൊതിച്ചു കാണും. ഇതിൽ എഴുതിയിരിക്കുന്ന മരുന്ന് വാങ്ങിക്കൊണ്ടിരണം. ശരി, ഞാനും വരാം. വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മകൻ അമ്മയെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ആ അമ്മയെ രക്ഷിക്കാൻ രക്തബന്ധം പോലും ഇല്ലാത്ത ഒരാൾ.
ഓടി നടക്കുന്നു. ഈശ്വരോ രക്ഷതു. കാശ്മീരിൽ വെച്ച് തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചു. സർക്കാരിൽ നിന്നുള്ള സഹായം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അവരെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. അവനിപ്പോ എങ്ങനെയുണ്ട്? പാവം, ആ ഷോക്കിൽ നിന്നും ഇനിയും അവൻ വിട്ടുമാറിയിട്ടില്ല. മോനിങ് വരൂ. വാ മോനെ. ചെല്ലു മോനെ. എന്താ മോന്റെ പേര്? ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ, നല്ല പേര്. ഇവനെ സ്ഥിരമായി ഇവിടെ നിർത്താനാവില്ല. ഏതെങ്കിലും നല്ലൊരു അനാഥാലയത്തിലാക്കാം. മാനേജ്മെന്റും അതാ പറയുന്നത്. എന്താ, അതല്ലേ നല്ലത്? വേണ്ട മാതാജി, നമുക്കിവനെ ഇവിടെ നിർത്താം. എങ്ങനെയൊക്കെയോ മാനേജ്മെന്റിനെ കൊണ്ട് മാതാജി അത് സമ്മതിപ്പിച്ചു. ആ, ഡോക്ടർ എന്ത് പറഞ്ഞു? പേടിക്കാനൊന്നുമില്ല, പ്രഷർ കൂടിയതുകൊണ്ടാ. സമയത്ത് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കേണ്ടി വരും. ഇനി ഇവിടെ ഞാൻ മാത്രം മതി, നിങ്ങൾ പോയിക്കോളൂ. ശരി, വാ മോളെ. എന്താ അമ്മ ചിരിക്കുന്നേ? അല്ല, ഞാൻ ഓർത്തുപോയതാ. ആശ്രമത്തിൽ എല്ലാവരും കൂടി അവനെ കൃഷ്ണന്റെ വേഷം കെട്ടിച്ച് നൃത്തം ചെയ്യിപ്പിക്കുമായിരുന്നു. അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവൻ ഓടി എൻ്റെ അടുത്ത് വരും. പക്ഷെ എൻ്റെ അടുത്ത് വന്നാലോ, ഞാനും അവനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കും. അപ്പൊ അവന്റെ നിപ്പൊന്ന് കാണണം. അന്നേരം അവൻ പറയും ഇതിനും ഭേദം അവരാണെന്ന്. പക്ഷെ ഒന്നുണ്ട്, അന്നു മുതലേ ആരും പറയാതെ തന്നെ അവനെ കൊണ്ടാവുന്ന പണികളൊക്കെ ആശ്രമത്തിൽ ചെയ്യും. പഠിക്കാനും മിടുക്കനാ. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും പത്രവിതരണം നടത്തിയുമൊക്കെ അതിനുള്ള പണം അവൻ കണ്ടെത്തും. ഇപ്പൊ MCA കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു കുട്ടി ശരിക്കും അത്ഭുതമാ. ഹരി ഇവിടെ ഉള്ളതുകൊണ്ട് മാതാജി ഇപ്പൊ ആശ്രമത്തിലേക്ക് വരാറേയില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാ ആശ്രമത്തിന്റെ കാര്യങ്ങളൊക്കെ അവൻ നടത്തിക്കൊണ്ടു പോകുന്നത്.